എന്നിൽ അർപ്പിതമായിട്ടുള്ളത്. ഈ മഹത്തായ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കലാണ്. ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം മണ്ഡലം സുന്നി ഒരു സംഘമാണ്. അഥവാ SYSന്റെ മലപ്പുറം മണ്ഡലം കമ്മിറ്റി മണ്ഡലത്തിന്റെ ഒരു അതിർത്തിയിൽപ്പെട്ട ഈ തൃപ്പൂരത്തിന് ഇങ്ങനെ പ്രശ്നം സംഭവിച്ചപ്പോ ഈ ഒരു പ്രത്യേകമായ സാഹചര്യം കണക്കിലെടുത്ത് സമൂഹത്തെ എന്താണ് ബോധവൽക്കരിക്കേണ്ടത്, ഒരു ബോധവൽക്കരണ സംഗമം നടത്തണമെന്ന് ആവശ്യപ്പെട്ടപ്പോഴാണ് ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാര് ഇപ്പോൾ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് ഇവിടെ ഒരു സമ്മേളനം നടത്തിയ സാഹചര്യം ഉണർത്തിയത്. സത്യത്തിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ വിഷയങ്ങൾ ഇവിടെ എടുത്തുധരിക്കുമ്പോൾ പരിശുദ്ധമായ ദീൻ സമ്മതിക്കുന്ന എന്നുള്ള ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പാകുന്ന പരിശുദ്ധമായ ആത്മീയതയെ ഇവർ സംരക്ഷിക്കേണ്ടതുണ്ട്. ഈ ആത്മീയതയിൽ വ്യാജന്മാരെ കടന്നുകൂടുന്നുണ്ടെങ്കിൽ ആ വ്യാജന്മാരെ പിടികൂടുക എന്നുള്ളത് കേവലം രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളുടെ ആവശ്യം മാത്രമല്ല, മുസ്ലിം ലീഗ് ആവശ്യം കൂടിയാണല്ലോ. ഈ വ്യാജന്മാരെ പിടികൂടുവാനും വ്യാജന്മാരെ അടിച്ചമർത്താനും ഒക്കെ ആര് തന്നെ മുന്നോട്ട് വന്നാലും അതൊക്കെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ ഈ വ്യാജന്മാരെ പിടികൂടുക എന്നുള്ളതിന്റെ മറവില് പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിന് ആത്മീയമായി നായകത്വം നൽകുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ, ആത്മീയ നായകന്മാരെ അവരെ കുറിച്ചുകയും ആത്മീയ കേന്ദ്രങ്ങൾക്ക് നേരെ പ്രകടനങ്ങളും മാർച്ചുകളും ഒക്കെ നടത്തിയിട്ട് ഒരു കലാപത്തിന്റെ സാഹചര്യത്തിലേക്ക് ഒരു പ്രദേശത്തെ കൊണ്ടുപോകുമ്പോ ഈ തിരുപ്പതിയുടെ കടന്നുപോയ സാഹചര്യം നാം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഇവിടെ സമാധാനത്തോടെ നീങ്ങുന്ന എല്ലാ മതവിഭാഗങ്ങളും എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചോദിച്ചാൽ നമുക്ക് മഹാനാകുന്ന ഉസ്താദിനെ കുറിച്ച് തിരുപ്പതി ഉസ്താദ് എന്ന് അറിയപ്പെടുക എന്ന ലക്ഷ്യത്തോടെയാണ്. വ്യാജന്മാരെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ വ്യാജ കേന്ദ്രങ്ങളിലേക്ക് അതുപോലെ ആത്മീയ ചൂഷക കേന്ദ്രങ്ങളിലേക്കൊക്കെ ഒരു മാർച്ച് നടത്താനും ഒരു പ്രകടനം CPMന്റെ പ്രവർത്തകന്മാർക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്കൊരു പരാതി ബോധ്യപ്പെടുത്താം. എന്നിട്ട് ആ പരാതി ബോധ്യപ്പെടുത്തതിനു ശേഷം ഉത്തരവാദപ്പെട്ട ആളുകൾ അന്വേഷിക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം, സുന്നി യുവജന സംഘത്തെ സംബന്ധിച്ചിടത്തോളം വ്യാജന്മാരായി ആരെങ്കിലും ഈ മതത്തിന് പേരിൽ പ്രവർത്തിക്കുന്നെങ്കിൽ അവരെ പിടിച്ചു തരാൻ വേണ്ടി ഈ ഭരണകൂടത്തോട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ട കേരളത്തിലെ മുസ്ലിങ്ങൾ തയ്യാറാണ്. അതേസമയത്ത് അത്തരമൊരു വ്യവസ്ഥാപിത രീതിയെ നിങ്ങൾ സമീപിക്കാതെ ഒരു ആത്മീയ കേന്ദ്രത്തിലേക്ക്, ഒരു പള്ളിയിലേക്ക്, പരിശുദ്ധമായ മതത്തിന്റെ ആത്മീയ കേന്ദ്രത്തിലേക്ക് രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് മാർച്ച് നടത്താൻ വേണ്ടി, മതവിരുദ്ധരാകുന്ന ആളുകൾക്ക് മാർച്ച് നടത്താൻ വേണ്ടി, DYFIയുടെ പ്രവർത്തകന്മാർക്ക് മാർച്ച് നടത്താൻ വേണ്ടി ആരാണ് ഇവിടെ അനുമതി നൽകിയത്? ഈ സമ്മേളനം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു കലാപത്തിന്റെ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത്. ഈ സമാധാനത്തോടെ ജീവിക്കുന്ന പ്രദേശത്ത് ഒരു കലാപത്തിന്റെ ഒരു സങ്കീർണമായ മാനസിക സാഹചര്യത്തിലേക്ക് ആരാണ് കൊണ്ടുപോയത്? നിയമപാലകന്മാരാണ് ശ്രദ്ധിക്കേണ്ടത്, ഭരണാധികാരികളാണ് ശ്രദ്ധിക്കേണ്ടത്, രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ശ്രദ്ധിക്കേണ്ടത്. തൃപ്പതിയുടെ പ്രിയപ്പെട്ട ആത്മീയ കേന്ദ്രത്തിലേക്ക് DYFIയുടെ പ്രവർത്തകന്മാർക്ക് മാർച്ച് നടത്തണമെങ്കിൽ ആ മാർച്ച് നടത്താൻ വേണ്ടി രാജ്യത്തിന്റെ ഉത്തരവാദപ്പെട്ട വേദിയിൽ പോയിട്ട് ഒരു അനുമതി തേടുമ്പോ, ഒരു പെർമിഷൻ തേടുമ്പോ അത് പെർമിഷൻ അനുവദിക്കുകയാണോ നിങ്ങൾ വേണ്ടത് എന്ന് എന്റെ പ്രിയപ്പെട്ട ഈ രാജ്യം ഭരിക്കുന്ന ആളുകളാണ് ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് സമസ്ത പറയുന്നത്, SYS പറയുന്നത്, ഈ സമൂഹത്തിന് പറയാനുള്ളത് DYFIയുടെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർക്ക് ഒരു മാർച്ച് നടത്താൻ വേണ്ടി അനുമതി കൊടുത്തവരാണ് ഈ തൃപ്പതിയിൽ കുഴപ്പമുണ്ടാക്കാൻ തയ്യാറായത്. അവരാണ് പ്രശ്നമുണ്ടാക്കിയത് എന്നല്ലാതെ ഒരു വേദിയിൽ വരെ ഇന്ന് വരെ പ്രത്യക്ഷപ്പെടാത്ത, ഒരു സ്റ്റേജിലേക്ക് വരെ ഇന്ന് വരെ കടന്നു വരാത്ത, ഒരു പത്രക്കാരൻ മുമ്പിലേക്ക് ഇന്ന് വരെ കടന്നു ചെല്ലാത്ത, ഒരു സാമ്പത്തിക മോഹത്തോടെ ഒരാളെയും ഇതുവരെ ചൂഷണം ചെയ്യാത്ത ഒരു മഹാനാകുന്ന പണ്ഡിതന്റെ ആത്മീയ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്താമെന്ന് ആവശ്യമുന്നയിക്കുമ്പോ ദിവസങ്ങളോടെ പത്രത്തിൽ അവർ പരസ്യം ചെയ്തില്ലേ? ഇതൊക്കെ ചെയ്തിട്ട് പോലും അത് തടയേണ്ട നിയമപാലകന്മാരെ അവർക്ക് സംരക്ഷണം നൽകുമ്പോ പള്ളി സംരക്ഷിക്കേണ്ടത്, മതകേന്ദ്രങ്ങൾ സംരക്ഷിക്കേണ്ടത്, മതത്തിന്റെ ആത്മീയ സംവിധാനങ്ങൾ സംരക്ഷിക്കേണ്ടത് ഇവിടുത്തെ മതവിശ്വാസികളുടെ ബാധ്യതയാണ്. പള്ളികളിലേക്ക് ഇരച്ചു കയറാൻ വേണ്ടി പോലീസുകാരെ കിടന്നു വന്നാല്, DYFIയുടെ പ്രവർത്തകന്മാരെ കിടന്നു വന്നാല്, നിയമപാലകന്മാരെ നോക്കുകൂടികളായി നിൽക്കുമ്പോ പ്രിയപ്പെട്ട വിശ്വാസികൾ അത് തടയേണ്ടി വരും. ഇവിടെ ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാല് മുസ്ലിമീങ്ങൾക്ക് മാത്രമുള്ളതല്ല. ഹൈന്ദവ സുഹൃത്തുക്കൾ അവർക്ക് ദേവാലയങ്ങളുണ്ട്. അവരെ ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലും മാർച്ച് നടത്തുകയാണോ? പോലീസുകാരെ നോക്കുകുട്ടികളായി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും പ്രിയപ്പെട്ട ഹൈന്ദവ വിശ്വാസികൾ അത് തടയേണ്ടി വരും. മഹാനാകുന്ന ഉസ്താദിനെ സ്നേഹിക്കുന്ന ഒരു സംഘടനാ മെമ്പറല്ല, ഒരു പാർട്ടി ലീഡറല്ല. അതേസമയത്ത് പരിശുദ്ധമായ മതത്തിന്റെ ആത്മീയതയിൽ അധിഷ്ഠിതമായ ജീവിതത്തോടെ
ആവേശത്തോടെ ഈ മുസ്ലിം ഉമ്മത്തിന് നായകത്വം നൽകുന്ന ഈ മഹാനാകുന്ന പണ്ഡിതന്റെ പ്രിയപ്പെട്ട സന്നിധിയിലേക്ക് ഇവരുടെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകന്മാർ മാർച്ച് നടത്തുന്നു എന്ന് ഇവിടുത്തെ പത്രങ്ങൾ മുഴുവൻ എഴുതിയിട്ട് അത് വേണ്ട എന്ന് പറയേണ്ട പോലീസുകാര് അത് തടയുന്നതിന് പകരം അവർക്ക് സംരക്ഷണം നൽകുകയായിരുന്നു ഇവിടെ ചെയ്തത്. ഈ ഒരു പ്രത്യേക പശ്ചാത്തലമാണ് നമ്മുടെ തിരുപ്പനച്ചിയിലുള്ളത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന സഹോദരന്മാർ പഠിക്കുക. നമ്മുടെ ഈ രാജ്യത്തിന്റെ കടന്നു വന്ന സ്വാതന്ത്ര്യത്തെ കുറിച്ച്, കടന്നു വന്ന ഇന്ദ്രകളെ കുറിച്ച് നാം വളരെ വ്യക്തമായി പഠിക്കുമ്പോൾ വെറുതെ ലഭിച്ച സ്വാതന്ത്ര്യമല്ല. മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന, ഹിന്ദുവിന് ഹിന്ദുവായി ജീവിക്കാൻ പറ്റുന്ന, അതുപോലെ ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനിയായി ജീവിക്കാൻ പറ്റുന്ന, പോകട്ടെ മതമില്ലാത്തവന് ഇല്ലാത്തവനായി ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം ഈ മണ്ണിലൂടെയെങ്കിൽ ബ്രിട്ടീഷുകാരന്റെ കരങ്ങളിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലേക്ക് ഈ രാജ്യത്തെ എങ്ങനെയാണ് കൊണ്ടുപോയത്? CPM-കാരൻ ആലോചിക്കേണ്ട വിഷയമുണ്ട്. ഞങ്ങൾ രാഷ്ട്രീയം പറയുന്ന ആളുകളല്ല, പക്ഷേ മതത്തിന്റെ ആത്മീയ വിഷയത്തിന്റെ പരിശുദ്ധരാകുന്ന ആത്മീയ നായകന്മാരെ ചോദ്യം ചെയ്തുകൊണ്ട് കപട വിശ്വാസികളായി ചൂഷകന്മാരായി ഇവിടെ ചിത്രീകരിക്കുമ്പോ നിങ്ങളെ പാർട്ടി പേര് ഞങ്ങൾക്ക് എടുത്തു തിരിക്കേണ്ടി വന്നു എന്ന് മാത്രമാണ്. അതുകൊണ്ട് ആലോചിക്കട്ടെ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വല്ലതും ചെയ്യാൻ CPM-ന് കഴിഞ്ഞിട്ടുള്ളോ? എന്ത് പക്ഷേ രാഷ്ട്രീയ കഴിഞ്ഞുള്ളൂ? ഇവർക്ക് രാജ്യത്തോട് കടപ്പാടുള്ളവരാണോ? അതേ സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമ പറയുന്നത്, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ പറയുന്നത്, ഈ രാജ്യത്ത് സമാധാനം ഒന്ന് തുറന്നു കാണുമെന്ന ആഗ്രഹത്തോടെ ബ്രിട്ടീഷുകാരെ നാട്ടിലേക്ക് കെട്ടിക്കെട്ടിക്കണമെന്ന ചിന്തയോടെ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം പറയാൻ വേണ്ടി ആരൊക്കെയാണ് പ്രവർത്തിച്ചത്? സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ സ്ഥാപക നേതാക്കൾ നിങ്ങൾ പഠിക്കട്ടെ. മഹാനാകുന്ന പാങ്കിൽ ഉസ്താദ് പ്രഗത്ഭനാകുന്ന ആ പ്രോജ്വല പണ്ഡിതൻ, വലിയ വലിയ മഹത്തുക്കളാകുന്ന പണ്ഡിതന്മാർ മുസ്ലിം ഉമ്മത്തിന് ആവേശം നൽകിക്കൊണ്ട് രാജ്യസ്നേഹം അവരെ ഊട്ടിയുറപ്പിച്ചു എന്ന് മാത്രമല്ല, പള്ളിയിൽ വെച്ച്, മദ്രസകൾ വെച്ച്, ആത്മീയ കേന്ദ്രങ്ങൾ വെച്ച് പരിശുദ്ധമായ നീക്കവും തസ്ബീഹും സ്വലാത്തും തിന്നിട്ട് ഈ മണ്ണിനോട്, ഈ രാജ്യത്തോട് കടപ്പാടുള്ളവരാകുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ സജ്ജനാക്കി എന്ന് മാത്രമല്ല, നമുക്കൊക്കെ പരിചയമുണ്ടല്ലോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള്, അല്ലാഹു ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. മഹത്തുക്കളാകുന്ന പാണക്കാട് സാദാത്തുകള്, ശിഹാബ് തങ്ങളെ പ്രിയപ്പെട്ട പിതാവ് മഹാനാകുന്ന പൂക്കോയത്തങ്ങള്, പൂക്കോയത്തങ്ങളെ പ്രിയപ്പെട്ട പിതാവ് മഹാനാകുന്ന കോയഞ്ഞിക്കോയത്തങ്ങള്, കോയഞ്ഞിക്കോയത്തങ്ങളെ പ്രിയപ്പെട്ട പിതാവ് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങള്, പാണക്കാട് കുടപ്പനക്കൽ തലവാട്ടിൽ ജീവിച്ചിരുന്ന സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളെന്നവരുടെ ഇത് എവിടെയാണ്? എവിടെയാണ് അവർ മറവിട്ട് കിടക്കുന്നത്? നിങ്ങൾ ആലോചിക്കേണ്ട വിഷയം ഇതാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിന് വളരെ സൗകര്യത്തോടെ ആത്മീയ പ്രഭ പരത്തിയ മഹാനാകുന്ന പാണക്കാട് ഹുസൈൻ ആറ്റക്കോയത്തങ്ങൾ എന്ന് പറയുന്ന ആ മഹാനാകുന്ന സയ്യിദ് അവർകൾ ഇന്ന് തമിഴ്നാട്ടിലെ വെല്ലൂരിലാണ് അവർ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇന്ത്യ മഹാനവർകൾ അവിടെ എത്തിയത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രിയപ്പെട്ട മാപ്പിള മക്കളെ പോരാടുന്ന സമയത്ത് അവർക്ക് ആത്മീയമായ ധൈര്യം പകരുന്നതിന് വേണ്ടി മഹാനാകുന്ന സയ്യിദ് ഹുസൈൻ ആറ്റക്കോയത്തങ്ങളെ ഒരു ഏലസ് എഴുതി കൊടുത്തു. ഏലസ് എഴുതി കൊടുത്തു എന്നല്ല, 8-9 വരുന്ന ചെറുപ്പക്കാര് ഇവിടെ പകർന്നു നടത്തുമ്പോ അവരെ കൈത്തണ്ണയിൽ കെട്ടിയ പ്രിയപ്പെട്ട ഏലസിന്റെ ആത്മീയമായ ബലത്തോടെ അവർ മലപ്പുറത്തിന്റെ പട്ടണത്തിന് വലിയ പകർന്നു നടത്തിയല്ലോ. ബ്രിട്ടീഷുകാർ അവരെ പിടിച്ചുകൊണ്ടു പോകാൻ വേണ്ടി കടന്നു വരുമ്പോ പ്രിയപ്പെട്ട ഹൈന്ദവ സുഹൃത്തുക്കൾ പറഞ്ഞു, ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന, ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന, ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യത്ത് സ്വാതന്ത്ര്യമെന്ന് കൊതിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാപ്പിള മക്കളെ നിങ്ങളെ പിടിച്ചുകൊണ്ടു പോകാൻ വേണ്ടി ബ്രിട്ടീഷ് മക്കളെ കടന്നു വരുമ്പോ ഈ ബ്രിട്ടീഷ് മക്കളെ കടന്നു വരുന്ന പ്രത്യേകമായ സാഹചര്യത്തില് നിങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ബാധ്യത പ്രിയപ്പെട്ട ഹിന്ദുക്കളാകുന്ന ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിലേക്ക്, അഥവാ തിരുക്കളൂർ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിലേക്ക് പാവപ്പെട്ട മുസ്ലിം മക്കളെ കൊണ്ടുപോയി നിങ്ങളെ തേടി പള്ളിയിൽ പട്ടാളക്കാർ വന്നാൽ, നിങ്ങളെ തേടി ആത്മീയ കേന്ദ്രത്തിൽ പട്ടാളക്കാർ വന്നാൽ അവർക്ക് പിടികൊടുക്കേണ്ടതല്ല നിങ്ങള്. അതുകൊണ്ട് ഞങ്ങൾ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിലേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം പോരാളികളെ കൊണ്ടുപോയല്ലോ. അവിടെ വന്നിട്ട് ബ്രിട്ടീഷ് പട്ടാളം വന്നിട്ട് പാവപ്പെട്ട മുസ്ലിം പോരാളികൾക്ക് നേരെ വെടിയുണ്ട ഉതിർക്കുന്നു. പ്രിയപ്പെട്ടവരെ ആലോചിക്കണം, എത്ര തന്നെ മണിക്കൂറുകൾ വെടിവെച്ചിട്ടും ഒരൊറ്റ മുസ്ലിം പോരാളി ശരീരത്തിലും ഏൽക്കാത്ത ഒരു ഘട്ടം വരുമ്പോ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ബ്രിട്ടീഷ് മേധാവികൾ വിറച്ചുപോയി. ഇത്രമാത്രം ആയുധബലത്തോടുകൂടി ഞങ്ങൾ നേരിട്ടിട്ട് പോലും എന്തുകൊണ്ട് ഇവ ഞങ്ങൾക്ക് തകർക്കാൻ കഴിയുന്നില്ല? അവസാനം സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ആദ്യമായി ഡൈനാമിക് പ്രയോഗിച്ചത്, ആദ്യമായി സ്ഫോടനം നടന്നത് തുർക്കവർ പോരാട്ടത്തിലാണ് എന്ന് ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയാമല്ലോ. ബോംബ് സ്ഫോടനത്തിലൂടെ ആ ബിൽഡിംഗ് തകർത്തു എന്നല്ല, പാവപ്പെട്ട മനുഷ്യ മക്കളെ മുഴുവനും കൊന്നൊടുക്കി.
കൊന്നൊടുക്കിയതിനു ശേഷം അവർ കടന്നു വന്ന് പരിശോധിച്ചത് എന്തുകൊണ്ട് ആ വെടിയുണ്ട ഇവർക്ക് ഏൽക്കാതെ പോയത് എന്ന് പരിശോധിച്ചപ്പോൾ ഇവരുടെ മുകളിൽ കൈത്തണ്ടയിൽ ലഭിച്ചത് ഒരു ഏലസിന്റെ കഷ്ണമാണ്. ഈ ഏലസിനെ ഉയർത്തി നോക്കുമ്പോ പാണക്കാട് കുടപ്പനക്കൽ എന്ന് എഴുതി കൊടുത്ത ഏലസാണ്. ബ്രിട്ടീഷ് പട്ടാളം ഉടനെ തന്നെ പാണക്കാട്ടേക്ക് മാർച്ച് ചെയ്യുന്നു. എന്നിട്ട് സയ്യിദ് ഹുസൈൻ ആറ്റക്കോട്ടകളെ പിടിച്ചുകൊണ്ട് നിങ്ങളാണോ ഇത് എഴുതി കൊടുത്തത് എന്ന് ചോദിക്കുമ്പോ മഹാനാകുന്ന പാണക്കാട് തങ്ങൾ പറയുന്നു, അതെ ഞാനാണ് എഴുതി കൊടുത്തത്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന പ്രിയപ്പെട്ട മനുഷ്യ മക്കൾക്ക് ആത്മീയതയിൽ പകരാൻ ഞാനാണ് നൽകിയതെന്ന് ആവേശത്തോടെ പറയുമ്പോ പാണക്കാട് തങ്ങൾ രണ്ട് കൈയും ആമ വെച്ചുകൊണ്ട് വലിയൊരു സെൻട്രൽ ജയിലേക്കാണ് കൊണ്ടുപോയത്. അവിടെയാണ് മറവിട്ട് കിടക്കുന്നത്. ഞാൻ പറയുന്നത് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിലും ഇപ്പോൾ അനുഭവിച്ചു കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിലും പരിശുദ്ധരാകുന്ന സാധാത്തുക്കളുടെ, പരിശുദ്ധരാകുന്ന ഔലിയാവിന്റെ, പരിശുദ്ധരാകുന്ന ആത്മീയതയുടെ അംശമില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ കടന്നുപോയ എല്ലാ സർക്കാരുകളും ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള് EMS ഭരിച്ചല്ലോ, നായനാർ ഭരിച്ചല്ലോ, അതുപോലെ CH ഭരിച്ചല്ലോ, ആന്റണി ഭരിച്ചല്ലോ, കരുണാകരൻ ഭരിച്ചല്ലോ, ഈ എല്ലാ ആളുകളൊക്കെയാണ് ഭരിച്ചപ്പെടുന്നത്. പ്രിയപ്പെട്ട മതവിദ്യാർത്ഥികൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീൻ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ സാഹചര്യം ഒരുക്കപ്പെടുത്തിക്കൊണ്ട് തന്നെ 5713 മദ്രസകള് ഇന്ന് സമസ്തക്ക് കീഴുണ്ടെങ്കിൽ ഇതും കൂടെ വ്യവസ്ഥാപിതമായി നടത്താൻ വേണ്ടി ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. എന്റെ പ്രിയപ്പെട്ട നല്ലവരാകുന്ന സഹോദരന്മാർ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ സ്കൂൾ സമയമാറ്റി കടന്നു വന്നപ്പോ കൗമാര വിദ്യാഭ്യാസ പദ്ധതിയുടെ വളരെ തോന്നിവാസികൾ പഠിപ്പിക്കാൻ നമ്മുടെ മക്കളുടെ മുമ്പിലേക്ക് പാഠപുസ്തകങ്ങളുമായി കടന്നു വന്നപ്പോ പ്രിയപ്പെട്ട പള്ളിയിലെ ഉസ്താദുമാരെ പള്ളിയിൽ കയറിക്കൊണ്ട് അല്ലാഹുവിന്റെ ദീനെ തുറന്നു പറഞ്ഞ സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആളുകൾ ഇവിടെ പരസ്യമായി പത്രത്തിൽ അവർ എഴുതി വെച്ചത് എന്റെ നല്ലവരാകുന്ന സ്നേഹിതന്മാർ മനസ്സിലാക്കേണ്ടത് നന്നായിരിക്കും. കാരണം പള്ളിയിൽ വെച്ചാണ് അല്ലാഹുവിന്റെ ദീനം പറയുന്നത്. പ്രിയപ്പെട്ട പണ്ഡിതന്മാരാണ് പരിശുദ്ധ ദീനം പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് പള്ളിയിൽ വെച്ച് കൃത്യമായി പറഞ്ഞു കൊടുക്കുമ്പോ, സാമ്പത്തികമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോ, അതുപോലെ ദാമ്പത്യപരമായ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോ, അതുപോലെ സാംസ്കാരികമായ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോ ഈ മതത്തിന് വിരുദ്ധമായ ഒന്നും തന്നെ കടന്നു വരരുത് എന്നുള്ള അനിവാര്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ പ്രിയപ്പെട്ട ഉലമാവ് കാര്യങ്ങൾ വിട്ടുതുറന്ന് പള്ളിയിൽ വെച്ച് പറഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പരസ്യമായ രംഗത്തേക്ക് വന്ന് എഴുതിയത് പള്ളികളിൽ വെച്ച് ലീഗിന്റെ നുണപ്രചരണം എന്നാണ്. ഇവിടെ ഒരു കാര്യം അടിവരയിടേണ്ടതുണ്ട്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി 10,000 പള്ളിയിൽ വെച്ച് പ്രിയപ്പെട്ട പണ്ഡിതന്മാർ ഒരു കാര്യം പറയുമ്പോ, പ്രിയപ്പെട്ട ഉസ്താദുമാർ ഒരു കാര്യം പറയുമ്പോ, മദ്രസയിൽ വെച്ച് പ്രിയപ്പെട്ട ആലിമീങ്ങൾ ഒരു വിഷയം പറയുമ്പോ, ഇതിനു വേണ്ടി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നേതൃത്വം നൽകുമ്പോ ഇത് രാഷ്ട്രീയ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പള്ളിയിൽ വെച്ച് ലീഗിന്റെ നുണപ്രചരണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? മതസംവിധാനത്തെ രാഷ്ട്രീയ സംവിധാനമാക്കി മാറ്റിമറിക്കുവാനോ ഈ രാഷ്ട്രീയ സംവിധാനമാണ് എന്ന തോന്നലിലൂടെ പരിശുദ്ധമായ ദീനീയ സാഹചര്യത്തെ എടുത്തു കളയാനുമാണ് ഇവർക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷം എന്ന പേരിലാവട്ടെ, CPM എന്ന പേരിലാവട്ടെ, ഏത് പേരിൽ ഇവർ കടന്നു വന്നാലും ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് സമാനിന്റെ കുത്തുമായി അറിയപ്പെട്ടിരുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധരാകുന്ന ആലിഫീകളാകുന്ന പരിശുദ്ധരാകുന്ന മശായിഖുമാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലൂടെ പരിശുദ്ധമായ കാര്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത്, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് മതവിരുദ്ധരാണ് എന്ന് ബോധ്യപ്പെടുത്തിയത്. പക്ഷേ പള്ളിയിലേക്ക് പരിശുദ്ധ ദീനിന്റെ കാര്യങ്ങൾ പറയാൻ വേണ്ടി കടന്നു വന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാരെ വേഷം കിട്ടിയ നീളം കുപ്പായം ധരിച്ചുകൊണ്ട് താടിയെ തലപ്പാവം വെച്ചുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന ആളുകൾ അവർ ഇവിടെ 1989 പറഞ്ഞത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അവർ പരസ്യമായി പറഞ്ഞ കാര്യം ഞാൻ എടുത്തു ചോദിക്കട്ടെ. മാർക്സിസ്റ്റ് പാർട്ടി സമുദായത്തിന് ഗുണം ചെയ്യുന്ന പാർട്ടിയാണ് എന്നാണ്. സമുദായത്തിന് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്ത ഗുണമായിരുന്നു മഹാനാകുന്ന തൃപ്പഞ്ചൂർ സാഹിന്റെ പരിശുദ്ധമായ ആത്മീയ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിയതെങ്കിൽ ഇത് സമുദായത്തിന് നൽകുന്ന ഗുണമാണ് എങ്കിൽ ഈ ഗുണമാണ് നാം ഇവിടെ പ്രചരിപ്പിക്കേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട നല്ലവരാകുന്ന സഹോദരന്മാർ ശ്രദ്ധിക്കുക. ഇനി നാം ഇതിനേക്കാൾ വലിയ വലിയ പ്രതിസന്ധികൾ നേടാൻ പോവുകയാണ്. വലിയ വലിയ പ്രയാസങ്ങൾ നേടാനാണ് നാം ഒക്കെ പോകുന്നത്. നാം ഇവിടെ സമയബന്ധിതമായി ഇറങ്ങി തിരിച്ചുകൊണ്ട് പരിശുദ്ധമായ മതത്തിനു വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ കടന്നുപോയ ഇന്നലെ ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങൾ അല്ലാഹുവിന്റെ പരിശുദ്ധരാകുന്ന മശായിഖുമാർ അവർ ഇവിടെ ഉണ്ടാക്കിയെടുത്ത പരിശുദ്ധമായ പൈതൃകത്തെ, പരിശുദ്ധമായ പവിത്രമായ സംസ്കാരത്തെ ഒരിക്കലും നമുക്ക് നിലനിർത്താൻ സാധിക്കില്ല എന്നുള്ളത് നമുക്ക് ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഇത് രാഷ്ട്രീയമായി കാണാൻ പാടില്ല. നിയമപാലകന്മാരാകുന്ന ആളുകളടക്കം ഇത് രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് അപേക്ഷ
ഓർമ്മിപ്പിക്കാനുള്ളത്, സുന്നത്ത് ജമാഅത്ത് പറയേണ്ടത് സുന്നി പണ്ഡിതന്മാർ തന്നെയാണ്. ഇതിന് നേതൃത്വം നൽകേണ്ടത് മതപണ്ഡിതന്മാർ തന്നെയാണ്. അവർ ഒരു കാര്യം ആഹ്വാനം ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രിയപ്പെട്ട വിശ്വാസികൾ അത് അനുസരിക്കാൻ ബാധ്യസ്ഥരുമാണ്. അതുകൊണ്ട് കൂടിയുടെ നോക്കേണ്ടതില്ല, പാർട്ടിയുടെ പേര് നോക്കേണ്ടതില്ല. നമ്മുടെ മതത്തിനെതിരായി ആര് കടന്നു വന്നാലും അത് LDF എന്നോ UDF എന്നില്ല. പരിശുദ്ധമായ മതത്തിന്റെ പൈതൃകത്തെ തകർക്കാൻ വേണ്ടി മഹാനന്മാരാകുന്ന പണ്ഡിതന്മാർ തുടങ്ങി വെച്ച ആ പവിത്രമായ സംസ്കാരത്തെ നശിപ്പിക്കാൻ വേണ്ടി പാശ്ചാത്യ ലോകത്ത് ഇന്നും സ്വീകരിച്ചു വരുന്ന നിലപാടുകൾ നമ്മുടെ ഈ കേരള മണ്ണിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആര് തന്നെ ശ്രമിച്ചാലും അനുവദിക്കരുത് എന്നാണ് നമുക്കിവിടെ പറയാനുള്ളത്. സ്കൂൾ സമയമാറ്റം എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിലൂടെ നമ്മുടെ മതപഠനവും മത സംവിധാനവും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ കടന്നു വന്നു. ഒരു പ്രതികരണത്തിന്റെ കൊടുങ്കാറ്റ് കണ്ടപ്പോൾ സ്വാഭാവികമായി പിന്മാറിയെങ്കിൽ പിന്നീട് മറ്റൊരു രൂപത്തിലാണ് പിന്നെ ഈ വർഷം ഇപ്പോൾ കടന്നു വന്നിട്ടുള്ളത്. സ്കൂൾ പാഠപുസ്തകത്തിൽ തന്നെ നമ്മുടെ നികുതി പണം കൊണ്ട് നടക്കുന്ന പാഠപുസ്തകത്തിൽ വരെ മതവിരുദ്ധ ആശയങ്ങൾ കടത്തിക്കൊണ്ടാണ് ഇവരൊക്കെ ശ്രമിച്ചത്. ആ കാര്യമൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദുമാർ ഇവിടെ പരിപാലിക്കുന്നതോട് തന്നെ ഞാൻ അതിലേക്കൊന്നും കിടക്കുകയില്ല. ഇവരുടെ ലക്ഷ്യം പരിശുദ്ധമായ ദീനിന്റെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ മാത്രം നിലനിന്നു വരുന്ന ഒരു പ്രത്യേകമായ ഒരു ആത്മീയ ചൈതന്യം ഇവിടെയുണ്ട്. വ്യവസ്ഥാപിതമായ ദീനി പ്രവർത്തനം ഇവിടെയുണ്ട്. വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള ഈ രാജ്യത്തൂടെ ഇവിടെ മതമില്ലാത്ത ഒരു പ്രാകൃത സമൂഹത്തെ വാർത്തെടുക്കണം എന്നുള്ള ചിന്തയോടെ മതവിരുദ്ധരാകുന്ന ആളുകൾ ഇവിടെ കടന്നു വന്നതിന്റെ പ്രത്യേകമായ തരംഗമാണ് നാം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരൊറ്റ കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, പ്രതികരിക്കേണ്ടവരാകുന്ന നാം പ്രതികരിക്കാതെ പോയാൽ, പ്രതികരിക്കേണ്ട സമയത്ത് നാം പ്രതികരിക്കാതെ പോയാൽ ഇവർ നാളെ ഈ നാടിനെ എവിടേക്ക് എത്തിക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ രാഷ്ട്രീയ സംവിധാനമായി കാണാൻ പാടില്ല. ഏതെങ്കിലും ഒരാളുകൾ ഏതെങ്കിലും ഇടതുപക്ഷത്തിന്റെ ആളുകൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിനെ വിമർശിക്കുന്ന വലതുപക്ഷമാകുമ്പോഴേക്ക് അത് രാഷ്ട്രീയ സ്റ്റണ്ടായി മാത്രം കാണുന്ന പ്രത്യേക സാഹചര്യമുണ്ട്. മതത്തിന്റെ ആളുകളെ വേദനിപ്പിക്കുന്നത് എന്ത് വന്നാലും മതവിശ്വാസികളോ കാര്യങ്ങൾ നിർദ്ദേശിക്കേണ്ടത്, കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് മത നേതാക്കന്മാർ തന്നെയാണ്. അതുകൊണ്ട് ഈ പണ്ഡിതന്മാരുടെ ഈ സാധാരണകളുടെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് പരിശുദ്ധ ദീന വഴി നാം പ്രവർത്തിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വിശാലമായി സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമി ഇവിടെയുണ്ട്. അതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് കെ റഹ്മാൻ ഫൈസി ഇവിടെയുണ്ട്. അവർ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയും എന്ന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാരെ, ഈ രൂപത്തിൽ ആത്മീയ കേന്ദ്രങ്ങളെ തേടി വരുന്ന ഈ ആളുകൾ ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ പോലീസുകാർ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഉത്തരവാദപ്പെട്ട നിയമപാലകന്മാർ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ, ഭരണകൂടം ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ പിന്നെ നാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ദിശാബോധം നമുക്ക് നൽകുന്ന പ്രിയപ്പെട്ട പണ്ഡിതന്മാർ നിലപാടുകൾ ഇവിടെ ഉറക്കെ പറയും. അതുകൊണ്ട് ഈ നിലപാടുകൾ കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾ തളിച്ചുകൂടിയ ഇവിടെ നമുക്ക് സൗകര്യങ്ങൾ ചെയ്യുക എന്നതിന് പേരിൽ മാത്രം നിങ്ങൾ ഈ വാഹനങ്ങൾക്ക് പോകാൻ അവസരം നൽകിക്കൊണ്ട് നിങ്ങൾ ഈ പരിപാടി വിജയിപ്പിക്കുക. സുദീർഘമായി മുന്നോട്ട് കൊണ്ടുപോകില്ല. കാലാവസ്ഥ ഒരു പക്ഷേ ഒരു സമ്മേളനത്തിന് അനുകൂലമാകണം എന്നില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ പ്രിയപ്പെട്ട പ്രഭാഷണങ്ങൾക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിൽ കൊണ്ടുവന്നിട്ട് വളരെ വ്യക്തമായി എല്ലാവരും കൂടി വിജയിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മഹത്തായ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉസ്താദ് കെ റഹ്മാൻ ഫൈസി അവർകളാണ്. ഉസ്താദ് അവരെ ആദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമി അവർകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ധാരാളം പണ്ഡിതന്മാർ, നേതാക്കന്മാർ, ഒരുപാട് പ്രവർത്തകന്മാർ ഇവിടെ സമ്മേളിച്ചിട്ടുണ്ട്. എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് കെ റഹ്മാൻ ഫൈസി അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ദലിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു ഇലൈഹി മുനീബ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അഭിയന്തരായ അസന്തകാബി ഉമർ ദർസി, മറ്റ് സദസ്സിലൊത്തുകൂടിയ ഉലമാക്കള്, ഉമറാക്കള്, SYSന്റെയും SKSSന്റെയും പ്രവർത്തകന്മാര്,
മറ്റ് സുഹൃത്തുക്കൾ, ചില സമുദായങ്ങൾക്ക് ആദ്യമായി പ്രാസ്ഥാനിക അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇവിടെ കാലാവസ്ഥ പ്രതികൂലമാകുന്നു എന്ന് തോന്നുന്നത് കൊണ്ട് ദീർഘമായി ഒരു പ്രഭാഷണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഉദ്ഘാടനം മാത്രം നിർവഹിക്കുകയാണ്. നമുക്കറിയാം, തൃപ്പനിച്ചിയിൽ ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ആ പശ്ചാത്തലം വിശദീകരിക്കുന്നില്ല. പക്ഷെ ആത്മീയത തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണത്. തെറ്റിദ്ധരിക്കുകയല്ല, തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ്. ഞാനതുകൊണ്ട് ഒറ്റ ആയത്ത് മാത്രമാണ് ഇവിടെ ഓതിയത്. ഞാൻ അതാദ്യമായി പറയാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നുണ്ട്, മിനൽ മുഅ്മിനീന റിജാലുൻ സബഖു മാ അഹദുല്ലാഹ അലൈഹി. സത്യവിശ്വാസികളായ ആളുകൾ ചിലരുണ്ട്, മുഅ്മിനീങ്ങളിൽ ചില ആളുകളുണ്ട്, മഹാന്മാർ. മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ റിജാലുൻ, ചില മഹാന്മാരുണ്ട്. സബഖു മാ അഹദുല്ലാഹ അലൈഹി, അല്ലാഹുവുമായി ആത്മീയ ലോകത്ത് നടത്തിയ ആ വാഗ്ദാനം അവർ സത്യസന്ധമായി പാലിക്കുന്നു. അങ്ങനെ ചില ആളുകൾ മനുഷ്യരായ മുഅ്മിനുകളുടെ കൂട്ടത്തിലുണ്ട്. മുഅ്മിനുകളുടെ കൂട്ടത്തിൽ എല്ലാ മുഅ്മിനുകളും അങ്ങനെ ആവണമെന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. വഖൂലു മഅസ്വാദിഖീൻ, അതോടുകൂടി നിങ്ങൾ ഇത്തരം സത്യസന്ധരോട് കൂടെ ബന്ധം പുലർത്തിക്കൊള്ളുകയും വേണം. അല്ലാഹുവിനെ പറ്റി പഠിപ്പിക്കുന്ന, പരലോകത്തെ പറ്റി പഠിപ്പിക്കുന്ന, ധർമ്മത്തെ പറ്റി പഠിപ്പിക്കുന്ന, അതുപോലെ സത്യം പഠിപ്പിക്കുന്ന, നീതി പഠിപ്പിക്കുന്ന കലാലയമാണ് മദ്രസ. രാവിലെ തന്നെ പിഞ്ചു ബാലന്മാർ, മുസ്ലിംകളുടെ കുട്ടികൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ വെച്ചവർ പരലോകത്തെ പറ്റി പഠിക്കുന്നു. ഇവിടെ വേണ്ടാത്തത് ചെയ്താൽ പരലോകത്തെ ശാശ്വതമായ ജീവിതം അപകടമാകുമെന്നവർ പഠിക്കുന്നു. അതുപോലെ തന്നെ മാതാവിനെ മാതാവായി കാണാൻ പഠിപ്പിക്കുന്നു, പിതാവിനെ പിതാവായി കാണാൻ പഠിപ്പിക്കുന്നു, ഗുരുനാഥനെ ഗുരുനാഥനായി കാണാൻ പഠിപ്പിക്കുന്നു, അവരെയൊക്കെ ബഹുമാനിക്കണമെന്ന് പഠിപ്പിക്കുന്നു. മറ്റുള്ളവർക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പനും വന്ന് താടി, ഇറ്റും വന്ന് താടി, ഇനി എന്തിനാണ് അപ്പനെ അപ്പ എന്ന് വിളിക്കുന്നത് എന്ന് പറയില്ലേ? ഇതുപോലെല്ലാതെ അപ്പനില്ല, എല്ലാം അങ്ങനെ തന്നെയാ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യത്വം പഠിപ്പിക്കുന്ന, ധർമ്മം പഠിപ്പിക്കുന്ന, സനാതന മൂല്യങ്ങളെ പറ്റി പഠിപ്പിക്കുന്ന, ദൈവത്തെ പഠിപ്പിക്കുന്ന, പരലോകം പഠിപ്പിക്കുന്ന, സ്വർഗം പഠിപ്പിക്കുന്ന ഒരു കലാലയം ഇവിടെ ഉണ്ടാകുന്നിടത്തോളം കാലം മലപ്പുറം ചോപ്പിക്കാൻ കഴിയില്ല, കേരളം പൂർണ്ണമായി ചോക്കുകയുമില്ല. അതുകൊണ്ട് ബേബി സാർ കയറിയ ഉടനെ തന്നെ ആദ്യത്തെ തീരുമാനം ഛാത്ര സാഹിത്യ പരിഷത്ത് എന്ന പേരിൽ ഇവിടെ ആ വേഗം തൂക്കി നടക്കുന്ന കൂട്ടത്തിലെ നേതാവായിരുന്നു ബേബി. ഇന്ന് കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി സഖാവ് ബേബിയില്ലേ? സഖാവ് ബേബി ആ ഛാത്ര സാഹിത്യ പരിഷത്തിന്റെ കൂടെ വേഗം തൂക്കിയിട്ട് നടക്കുന്ന ആളായിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് അങ്ങോട്ട് പ്രമോഷൻ കിട്ടിയതാണ് മന്ത്രിസ്ഥാനത്തേക്ക്. അങ്ങനെ മൂപ്പരി ഛാത്ര സാഹിത്യ പരിഷത്തുകാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈവനിഷേധം ഇവിടെ കുത്തിവെക്കാനുള്ള ശ്രമം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിരുന്നു മദ്രസയിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സമയമില്ലാത്ത രീതിയിൽ സ്കൂൾ സമയം മാറ്റം. അതുപോലെ നടക്കുന്നില്ല. അപ്പോൾ പിന്നെ ചില ആളുകൾ എന്ത് ചെയ്തു, ഇങ്ങനെ ചില ആത്മീയത അവിടെയൊക്കെ കേട്ടപ്പോൾ ഒരു മലപ്പുറം ചോക്കോ അതിന് നല്ലത് തൃപ്പച്ചിക്ക് വിടാന്ന് വെച്ചതാണ്. അതിന് തൃപ്പച്ചിയിലേക്ക് വിട്ടതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഈ രീതിയിൽ നിങ്ങൾ മലപ്പുറം ചോപ്പിച്ചാൽ നിങ്ങളുടെ മലപ്പുറത്തിൽ നിന്നും കെട്ടിക്കാൻ ഈ രാജ്യത്തെ മുസ്ലിം സമുദായം ഈ സന്ദർഭം ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾക്കിവിടെ വളരാൻ കഴിയില്ല. നിങ്ങൾ വഴിവെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് അബദ്ധം പറ്റിയിരിക്കുന്നു, നിങ്ങൾ അബദ്ധം പറ്റിപ്പോയി. ഇനി നിങ്ങൾക്ക് ഇവിടെ വളരാൻ സാധ്യമല്ല. ഡിവൈഎഫ്ഐ കാരണം മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐന്റെ മൂടുതാങ്ങികളായ ചില ആൾക്കാരുണ്ട്, ചില പത്രക്കാർ മുസ്ലിം നാമധാരികളായ പത്രക്കാരനെ ഡിവൈഎഫ്ഐയുടെ മൂട് താങ്ങിക്കൊണ്ട്, കമ്മ്യൂണിസത്തിന്റെ മൂട് താങ്ങിക്കൊണ്ട് സമസ്തയെയും സുന്നത്ത് ജമാഅത്തിനെയും മുസ്ലിം സമുദായത്തെയും കുതിര കയറാൻ വേണ്ടി മാത്രം തേന കൊണ്ടുന്ന ചില പത്രക്കാർ ഇവിടെ ഉണ്ട്. ഞാൻ അവരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അനധിവിദൂരമായ ഭാവിയിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് നിങ്ങളെ എഴുതി തള്ളാൻ ഈ സമുദായത്തെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നടക്കില്ല. ഇവിടെ ചില പത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇവിടെ തൃപ്പനച്ചിയിൽ ഡിവൈഎഫ്ഐക്കാരന്റെ കയ്യേറി നമ്മൾ ചില ആൾക്കാർ റിപ്പോർട്ട് ചെയ്തു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ഡിവൈഎഫ്ഐക്കാരൻ നമ്മൾ കയ്യേറി. അങ്ങനെയല്ല. മഹാനായ ഉസ്താദിന്റെ ആസ്ഥാനത്തേക്ക് ആയിരക്കണക്കിന് 10,000 ഇവിടെ ആട് വന്ന് കൂടുമ്പോൾ ഒരു 10-20 ആൾ വന്നാൽ വേണ്ടാന്ന് വെച്ചൂടെ, വിൽക്കത് വേണ്ടാന്ന് വെച്ചൂടെ അന്ന് വെക്കായിരുന്നല്ലോ, വെക്കാമായിരുന്നു. നിയമപാലകരായ പോലീസുകാർക്കും ആലോചിക്കാം, അവരും അക്ഷരം കഴിക്കുന്നവരാണല്ലോ, ചിന്തിക്കാം. 10,000 ആളുകളോട് കടിച്ചുകൂടി
ഉണ്ടാകുമെന്ന് കണ്ടാൽ ഞാൻ പറയട്ടെ, കേന്ദ്രത്തിൽ നിന്ന് അനുമതി, അവിടെ നിന്ന് ആഭ്യന്തരമന്ത്രി അനുവദിച്ചതാണെങ്കിലും ഇവിടുത്തെ SIക്ക് പറഞ്ഞുകൂടാ ഇവിടെ എന്റെ അധികാര പരിധിയാണ്. SIക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാം, ഇത് എന്റെ അധികാര പരിധിയാണ്. ഇവിടെ അക്രമം ഉണ്ടാകുമെന്ന് കണ്ടാൽ അത് തടയാൻ എനിക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് ഇവിടെ പാടില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് SI തയ്യാറായില്ല? എന്തുകൊണ്ട് സർക്കാർ തയ്യാറായില്ല? തീർച്ചയായും അവരൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭരണകൂടത്തിന് അടുക്കള വേല നടത്തുകയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ പാവപ്പെട്ടവരെ മുഴുവനും കണ്ണീർവാതകം വീട്ടിൽ കുറെ ആൾക്കാരൊക്കെ വലിച്ചു കയറ്റിട്ട് കൊണ്ടുവന്ന നിരപരാധികളെ, എത്രയോ ആളുകളെ വെറുതെ അടിച്ചും ഇടിച്ചും കാലൊടിച്ചും ഒക്കെ കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനിവിടെ നിർത്തി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ പോക്ക് രാജ്യത്തെ മലപ്പുറം ചോർത്തിക്കാനുള്ള ഈ പോക്ക് അപകടകരമാണ്. അതുകൊണ്ട് എന്റെ മാന്യ മുസ്ലിം സുഹൃത്തുക്കളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ദീനിന്റെ ആളുകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്മീയതയുണ്ട്. നമുക്ക് ആത്മീയത വേണം, നമുക്ക് മദർസകൾ വേണം, പള്ളികൾ വേണം, മതം വേണം, അല്ലാഹുവിൽ വിശ്വസിക്കണം, സ്വർഗവും നരകത്തിലും ഒക്കെ വിശ്വസിക്കണം, എല്ലാം വേണം. അതേ അവസരം കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ആളുകളോടുണ്ടാവും. കേരള നേതൃത്വത്തിൽ മുജാഹിദിന്റെ ആളുകളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ DYFI-കാരന്റെ മാർച്ച് കണ്ടുകൊണ്ട് അതിന്റെ പിന്നാലെ കൂടി ആത്മീയത നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ, പ്രിയമുള്ള സഹോദരന്മാരെ, അപ്പുറത്തേക്കുന്ന നേതൃത്വക്കാരെ, നിങ്ങൾക്ക് അപകടകരമായിരിക്കും. ഞാൻ ഓർമ്മപ്പെടുത്തി, അപകടകരമായിരിക്കും. കാരണം എല്ലാം ഇവിടെ നശിക്കാൻ പോവുകയാണ്. നിങ്ങളതും ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും തൊക്കാട് പോയി തിരുപ്പറ്റി വരെയാക്കാട് പോയി ഞങ്ങളെ പള്ളി മുതൽ ഒന്നും ഉണ്ടാവില്ല. ഇവിടെ ആത്മീയത ഇതോ നശിക്കുന്നതോടുകൂടി നിങ്ങളെ നേതൃത്വം നശിക്കും, നിങ്ങളെ ജമാഅത്തും നശിക്കും, നിങ്ങളെ സുന്നിമോടും നശിക്കും, എല്ലാം നശിക്കും. അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി മഹാനായ പാണക്കാട് ശിഹാബ് നേതൃത്വം നൽകുന്ന മുസ്ലിം സംഘടിത ശക്തിയുടെ പിന്നിൽ അണിനിരന്ന് മഹാനായ ചെറുശ്ശേരി നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ വന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി നീങ്ങിയാൽ കേരളത്തിന്റെ ആത്മീയതയെ സംരക്ഷിക്കാനും, കേരളത്തിൽ ഇസ്ലാമിനെ സംരക്ഷിക്കാനും, കേരളത്തിൽ മുസ്ലിം കൂട്ടായ്മയെ സംരക്ഷിക്കാനും, അങ്ങനെ ഇവിടുത്തെ കമ്മ്യൂണിസത്തെയും ഇവിടുത്തെ മറ്റ് എല്ലാ ജൂതായുസങ്ങളെയും മറ്റെല്ലാത്തിനെയും നശിപ്പിക്കാൻ നമുക്ക് കഴിയും. അതിനായി എല്ലാവരും ഒറ്റക്കെട്ടാകണമെന്ന് മാത്രം ഈ സന്ദർഭം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തന്നെ അനുകൂലമായി നീങ്ങുന്നുവെന്ന് മനസ്സിലാക്കി റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ ഈ വേദി ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊരു വിട്ട് ഈ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മഹത്തായ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് റഹ്മത്തുള്ളാഹി ഖാസിമി അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കും. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين شفيع المذنبين إمام المتقين رسول رب العالمين وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനപ്പെട്ട സുന്നി സംസ്ഥാന സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ റഹ്മാൻ ഫൈലി, ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി, ബഹുമാനപ്പെട്ട ഉമർ ദർസി, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ നേതാക്കൾ ഗൗരവപൂർവ്വം ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട പോലീസുകാരും നിയമപാലകരും സർക്കാർ ഗൗരവമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. സലാമത്ത് ഇസ്ലാം എന്നാൽ അർത്ഥം തന്നെ ഇസ്ലാം, സലാമത്ത് എന്ന വാക്കിൽ നിന്ന് നിഷ്പന്നമായതാണ് ഇസ്ലാം എന്ന വാക്ക്. സലാമത്ത് എന്നാൽ സമാധാനം, ഇസ്ലാം സമാധാനം സൃഷ്ടിക്കൽ എന്ന അർത്ഥം. സമാധാനപരമായ ലോകത്തെ സമാധാനപരമായ ഒരു ജീവിതത്തിന് വേണ്ടി സമാധാനം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ജനതയാണ് മുഹമ്മദ് നബി
സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് നൽകിയിട്ടുള്ളത്. നാളിന് വരെയുള്ള ഇസ്ലാമിന്റെ ചരിത്രം പരിശോധിച്ചാൽ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. കയ്യൂക്കായിരുന്നു ഇസ്ലാമിന്റെ അടിസ്ഥാനമെങ്കിൽ ഒരിക്കലും മുട്ടാളന്മാരായ അറബ് ലോകം ഇസ്ലാമിന് വഴിപ്പെടുകയായിരുന്നില്ല. വളരെ ചെറിയ ഒരു ന്യൂനപക്ഷത്തിന്റെ മുന്നിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദേശം അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ പിന്നീട് പുണ്യനബി വഫാത്താകുന്നതിന് മുമ്പ് തന്നെ ലക്ഷക്കണക്കായ അനുയായികൾ ലോകത്ത് വരാനുള്ള അടിസ്ഥാന കാരണം ഈ സമുദായം ലോകത്തിന് നൽകിയ അതിന്റെ സമാധാനപരമായ ശീലിപ്പും അടിസ്ഥാനവുമാണ് എന്ന് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത്തരണത്തിൽ ഒരു കാര്യം പറയുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിനും ഇങ്ങനെ ഒരു പ്രതിഷേധത്തിനും ഇത്ര വലിയ ഒരു നോട്ടീസ് പോലും അടിക്കാതെ മലപ്പുറത്തും പരിസരത്തും ഉണ്ടാകുന്ന ഭീകരവാഴ്ചയുടെ ഫലമായി ഇതൊരിക്കലും നിങ്ങൾ കാണാൻ പാടില്ല. ഇതൊരു ഭീകരവാഴ്ചയല്ല, പകരം ആത്മീയ നായകന്മാരെ വർജിക്കാൻ മുസ്ലിം സമുദായത്തിന് കഴിയില്ല. തല പോകണമെന്നൊന്നും നമുക്കില്ല, പക്ഷേ ആത്മീയ നായകന്മാരെ ഒഴിവാക്കിയിട്ട് ഒരു തല വേണമെന്ന് നമുക്ക് താല്പര്യമില്ല. ബഹുമാനപ്പെട്ട പോലീസുകാർ അവരുടെ കാക്കിക്കുപ്പായത്തെ ഞങ്ങൾ ബഹുമാനിക്കുകയാണ്. നിങ്ങളുടെ നിങ്ങളാകുന്ന നിയമപാലകന്മാരെയും നിങ്ങളുടെ നിയമത്തെയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ, അത് രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനത്തിന് വേണ്ടിയാണല്ലോ നിയമങ്ങൾ. ഒരിക്കൽ പോലും നിയമത്തെ കയ്യിലെടുത്തവരല്ല മുസ്ലിം സമുദായം. വളരെ ഗൗരവമായി ചിന്തിക്കണം. പക്ഷേ നിങ്ങളെ കയ്യിൽ ലാത്തി തന്ന് ഇന്ന് ആത്മീയ നായകന്മാർക്കെതിരെ പെരുമ്പറയടിക്കാൻ വേണ്ടി, കൈവീശാൻ വേണ്ടി, ലാത്തി വീശാൻ വേണ്ടി നിങ്ങൾ അയക്കുന്ന നിങ്ങളുടെ യജമാനന്മാരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. അവർ കപടാത്മീയതയെ വേട്ടയാടുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവർ ഒറിജിനൽ ആത്മീയതയെ അംഗീകരിക്കുമോ? അച്യുതാനന്ദന് ഒറിജിനൽ ആത്മീയതയെ അംഗീകരിക്കാൻ കഴിയുമോ? അയാൾ ഒരു ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് അല്ലേ? എന്താ കമ്മ്യൂണിസം? റിലീജിയൻ ഈസ് ദി ഓപ്പിയം ഓഫ് ദി പീപ്പിൾ എന്നാണ് കാൾ മാർക്സ് പറഞ്ഞത്. ഇത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറഞ്ഞത് സഖാവ് കാൾ മാർക്സ് ആണ്. ഫ്രെഡറിക് എംഗൽസും അത് തന്നെയാ പറഞ്ഞത്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടന്ന് മരിച്ചിട്ടുള്ളത് നിങ്ങളുടെ യജമാനന്മാരുടെ അടിസ്ഥാന ഫിലോസഫിയായ കമ്മ്യൂണിസ്റ്റ് ഭരണ കാലഘട്ടത്തിലാണ്. യൂറോപ്പിൽ 50 ലക്ഷം മനുഷ്യരെയാണ് വ്ളാഡിമിർ ലെനിൻ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ മുസ്ലിം സമുദായവും ബഹുജനവും ചിന്തിക്കണം. സത്യത്തിൽ ആത്മീയ നായകന്മാർക്ക് സംരക്ഷണം നൽകുന്നവർക്കെതിരെ നിങ്ങൾ ലാത്തിയോടുകയാണെങ്കിൽ ഈ ലാത്തി നിങ്ങളെ പഠിപ്പിച്ച കൊടിയേരിക്കെതിരെ അല്ലേ നിങ്ങൾ ലാത്തി വീശേണ്ടത്? ആർക്കാണ് ഇവിടെ ഹിമവൽ ഭദ്രാനന്ദയോട് ബന്ധമുള്ളത്? വലിയ ആത്മീയവാദിയായിരുന്നല്ലോ നിങ്ങളുടെ പന്ന്യൻ രവീന്ദ്രൻ. വലിയ ആത്മീയവാദിയാണല്ലോ പന്ന്യൻ രവീന്ദ്രൻ. 975 ശേഷം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം രാജ്യത്തുണ്ടായ ഭീകരവാഴ്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുടിവെട്ടാൻ നടക്കുന്നതിനുള്ള പന്ന്യൻ രവീന്ദ്രൻ രാജ്യത്തുള്ള എല്ലാ മുട്ടാളന്മാരോടും, രാജ്യത്തിന്റെ എല്ലാ കപടാത്മീയവാദികളോടും എല്ലാവരും രഹസ്യബന്ധവും ഉള്ളവനല്ലേ ഈ പന്ന്യൻ രവീന്ദ്രൻ? ഈ കൊടിയേരിയോട് ബന്ധമില്ലാത്ത, ഇവിടെയുള്ള ഈ രാജ്യത്തെ തേർവാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്ന, ലൈംഗികത ചൂഷണം ചെയ്യുന്ന, ധനം ചൂഷണം ചെയ്യുന്ന ഒരുപാട് തെമ്മാടികളായ ഈ രാജ്യത്തെ കപടാത്മീയവാദികളോട് ബന്ധമുള്ള ആളല്ലേ നിങ്ങളുടെ കൊടിയേരി? എന്തുകൊണ്ട്? വളരെ ഗൗരവമായി ചിന്തിക്കണം. നിങ്ങൾ പിടിക്കുന്ന ലാത്തി, നിങ്ങളുടെ കാക്കിക്കുപ്പായം വളരെ മനോഹരവും വളരെ ആത്മവിശുദ്ധിയുമുള്ളതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾ അതിനെ ബഹുമാനിക്കുന്നു. ഞങ്ങൾ ഒരിക്കലും നിങ്ങൾക്കെതിരെ കയ്യോങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ നിയമത്തെ അംഗീകരിക്കുന്നു. നിങ്ങൾ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ പരിപാടി ഇവിടെ നടത്തിയിട്ടുള്ളത്. നിങ്ങൾ അനുവദിച്ചില്ലായിരുന്നുവെങ്കിൽ, നിങ്ങൾ പെർമിഷൻ നൽകിയില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് പോലും ഞങ്ങൾ ഒരിക്കലും തയ്യാറാവുകയില്ല. ഞങ്ങൾ നിയമത്തെ എതിർക്കുന്നവരല്ല, ഞങ്ങൾ നിയമത്തെ കയ്യിലെടുക്കുന്നവരല്ല. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായി ബഹുജനം ചിന്തിക്കണം. ഒരു കാര്യവും ഒരു യാഥാർത്ഥ്യവും വളരെ ഗൗരവമായി മനസ്സിലാക്കണം. കമ്മ്യൂണിസത്തിന്റെ ഒളിയട അജണ്ട എന്ന് പറയുന്നത്
മതവിലാസമാണ്, അത് മെറ്റീരിയലിസമാണ്. ഇനിയെങ്കിലും മുസ്ലിമീങ്ങൾ അത് ചിന്തിക്കേണ്ടതാണ്. ആരാ ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റുകാര് ഇത്തരുണത്തിൽ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കമ്മ്യൂണിസ്റ്റുകാര് അധികാരത്തിൽ എത്തിയവരാരാ? സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിക്ക് ഈ രക്തത്തിൽ പങ്കില്ലേ? അവർക്ക് കൈ കരുതാൻ കഴിയുമോ? വലിയ സുന്നികളാണെന്ന് പറയുന്നവരുണ്ടല്ലോ ഇവിടെ. ആളെക്കൂട്ടി ജനങ്ങളോട് ആളെക്കൂട്ടിയിട്ട് ജനങ്ങളെ ചില പ്രത്യേകമായ താല്പര്യത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരുപാട് ആത്മീയവാദികളുണ്ടല്ലോ ഇവിടെ. നിങ്ങൾ പോകുന്ന പല സ്ഥലങ്ങളും പല ആത്മീയ കേന്ദ്രങ്ങളും സാക്ഷാൽ അച്യുതാനന്ദന്റെ സന്ദർശിച്ച് അവിടെ തന്റെ തിരുവഴുത്ത് നടത്തുകയും തന്റെ ചില പ്രത്യേകമായ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്ത ആളുകളുണ്ടല്ലോ ഇവിടെ. ആത്മീയ കേന്ദ്രങ്ങൾ അതല്ല സത്യത്തിൽ ചൂഷണത്തിന്റെ സ്ഥലങ്ങൾ. എന്തുകൊണ്ട് അവിടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല? ഇവിടെ സിറാജ് ദിനപത്രം ഇതിന്റെ പിറ്റേ ദിവസം എഴുതിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട മഹാനായ വ്യാജസിദ്ധനെന്ന് ആരോപിച്ച് ബഹുമാനപ്പെട്ട പഞ്ച് മുഹമ്മദ് മുസ്ലിയാർക്കെതിരെ സിറാജ് ദിനപത്രം എഴുതിയത് വ്യാജസിദ്ധനം എന്നതിന്റെ പേരിൽ വ്യാജസിദ്ധനിലേക്ക് മാർച്ച് ചെയ്ത ഡിവൈഎഫ്ഐക്കാർ സമാധാനപരമായി യോഗം നടത്തി പിരിഞ്ഞു എന്നാണ്. സത്യത്തിൽ മുഹമ്മദ് മുസ്ലിയാർ വ്യാജസിദ്ധൻ, ഡിവൈഎഫ്ഐയോ സമാധാനപരമായി മാർച്ച് നടത്തിയവർ. അപ്പോൾ പിന്നെ ആരാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കിയത്? ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. മുസ്ലിം സമുദായം അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ആദർശത്തിൽ വിശ്വസിക്കുന്നവർക്കൊക്കെ ഇവിടെ ചിന്തിക്കാനായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മെറ്റീരിയലിസം കാലാകാലഘട്ടങ്ങളിലും മനുഷ്യർക്കെതിരെ, നീതിക്കെതിരെ, സത്യത്തിനെതിരെ, ധർമ്മത്തിനെതിരെ, മതത്തിനെതിരെ കൈയൊങ്ങിയിട്ടുണ്ട്. അതിന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അത് മെറ്റീരിയലിസമാണ്. ഈ ലോകത്തെ ഒരു ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതത്തെയും അവർ കാണുന്നില്ല. ഈ ലോകത്തെ ജീവിതമാണ് സത്യത്തിൽ അവരുടെ ജീവിതം. ഈ ലോകത്തെ ജീവിതത്തിനപ്പുറം ഒരു ജീവിതത്തിൽ അവർക്ക് താല്പര്യമില്ല. ആ ജീവിതത്തെ അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് കമ്മ്യൂണിസം എന്ന് പറയുന്നത് സത്യത്തിൽ മതവിലാസമാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ മതവിശ്വാസികളായി എന്നതിന്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊണ്ടിട്ടുള്ളത് 1917, 18, 19 കാലഘട്ടങ്ങളിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ പട്ടിണിക്കിട്ട് കൊണ്ടിട്ടുള്ളത് ഈ മതവിലാസത്തിന്റെ ഏറ്റവും വലിയ തമ്പുരാനായ വ്ളാഡിമിർ ലെനിനാണ്. ഞങ്ങൾ ഇത് UDF-ന് വേണ്ടിയോ LDF-ന് വേണ്ടിയോ കുഴലൂടുകയല്ല. ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്ന് രാഷ്ട്രീയ താല്പര്യങ്ങളിലൂടെ രാഷ്ട്രീയക്കാർക്ക് കുഴലൂടിയാൽ തിരുവനന്തപുരത്ത് നിന്ന് ലാഭം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന വെള്ളക്കുപ്പായക്കാർ അല്ല ഞങ്ങൾ. അങ്ങനെയുള്ള വെള്ളക്കുപ്പായക്കാരുണ്ടാകാം. അവരാണ് യഥാർത്ഥത്തിൽ കപടാത്മീയവാദികൾ. അവരെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വളരെ ഗൗരവമായി കാര്യം ചിന്തിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. വളരെ ഗൗരവമായി മനസ്സിലാക്കണം. സത്യത്തിൽ ഈ മതവിലാസത്തെ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നിങ്ങളുടെ തേർവാഴ്ച കൊണ്ട് കേരളത്തെ ബംഗാളാക്കാമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അത് നടപ്പുള്ള കാര്യമല്ല. അത് നടക്കില്ല. ഞങ്ങളുടെ തല ഉടലിൽ ബാക്കിയുള്ള കാലത്തോളം നിയമം ഞങ്ങൾക്ക് അംഗീകരിക്കില്ലെങ്കിലും ഞങ്ങളെ തല ഉടലിൽ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ ബംഗാളാക്കാൻ ഉദ്ദേശിക്കുന്ന പരിപാടി നടപ്പില്ല. അത് നടക്കാൻ സമ്മതിക്കില്ല. ഇവിടെ ജീവന്റെ അവസാനത്തെ കളിക ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ തേർവാഴ്ച നടത്താൻ സമ്മതിക്കുകയില്ല. രാജ്യത്ത് 99.4 ആരാണ് ഇവിടെ അനീതി ചെയ്യുന്നത്? പോലീസുകാരെ, സഹോദരങ്ങളെ, ആരാണ് ഇവിടെ അനീതി ചെയ്യുന്നത്? MA ബേബി, അയാളെക്കാൾ വലിയ അനീതിയുള്ളവനാരാ? MA ബേബിയേക്കാൾ വലിയ അനീതി ചെയ്യുന്നവനാരാ? 99% മതവിശ്വാസികൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് അവർ കൊടുക്കുന്ന നികുതി പണത്തിന്റെ 60% ചെലവഴിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ട് നിരീശ്വരത്തെ പഠിപ്പിക്കുക എന്നാൽ മാനുഷിക കണ്ണിലൂടെ നോക്കിയാൽ ഇതിനേക്കാൾ വലിയ അനീതി എന്താണ്? ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതില്ലേ? ഇത് ബഹുമാനപ്പെട്ട പൊതുജനങ്ങൾ മനസ്സിലാക്കണം. ഇത് തമാശയല്ല. ഇത് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. 99% ഈശ്വര വിശ്വാസികൾ, മതവിശ്വാസികൾ 99% മതവിശ്വാസികൾ, ഈശ്വര വിശ്വാസികൾ താമസിക്കുന്ന സംസ്ഥാനത്ത് അവർ കൊടുക്കുന്ന നികുതി പണത്തിന്റെ 60% ചെലവഴിക്കുന്ന വിദ്യാഭ്യാസത്തിൽ നിരീശ്വരത്തെ പഠിപ്പിക്കുക
അത് നടക്കാൻ സമ്മതിക്കുകയില്ല. ഇത് വളരെ ഗൗരവമായി ചിന്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ താക്കീത് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം പറയാം, ഇവിടെ കപട ആത്മീയതയല്ല. നിങ്ങൾ പരിശോധിക്കേ ഒരു ചെറിയ തേനിന്റെ കുപ്പിക്ക് 1000-വും 5000-വും വിളിക്കുന്ന ആത്മീയ കേന്ദ്രങ്ങളുണ്ടല്ലോ ഇവിടെ. അവരിലേക്ക് എന്താ നിങ്ങൾ മാർച്ച് ചെയ്യാത്തത്? ഒരു കുപ്പിക എട്ടടുത്തേക്ക് വരുന്നവർക്ക് അവരിൽ നിന്ന് ആവശ്യപ്പെടാത്തൊരു മനുഷ്യൻ, മര്യാദക്കൊരു ഭക്ഷണം കഴിക്കാത്ത മനുഷ്യൻ, ആ മനുഷ്യനാണോ കപടാത്മീയവാദി? മര്യാദക്കൊരു ദിവസം ഭക്ഷണം കഴിക്കാത്ത മനുഷ്യൻ, നിങ്ങൾ ജ്ഞാനം അടിക്കുന്നത് പോലത്തെ മര്യാദക്കൊരു വസ്ത്രം അണിയാത്ത മനുഷ്യൻ, അള്ളാഹുവിനെ മാത്രം വിചാരിക്കുന്ന ഒരു മനുഷ്യൻ, ഭൗതികമായ ജീവിതവുമായി ഒരു ബന്ധമില്ലാത്തൊരു മനുഷ്യൻ, ആ മനുഷ്യരെയാണോ നിങ്ങൾ കപടാത്മീയവാദി എന്ന് പറഞ്ഞിട്ടുള്ളത്? ഇത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇത് ഞങ്ങൾ വെച്ച് ഉറപ്പിക്കില്ല. എന്തുകൊണ്ട്? നിങ്ങൾ നീതിയോടുകൂടെ പോലീസുകാരെ, ഞങ്ങൾക്ക് നിങ്ങളോട് ബഹുമാനമുണ്ട്. പക്ഷെ വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട പൊതുജനം ഇത് ചിന്തിക്കണം, മനസ്സിലാക്കണം. നാട്ടിന്റെ നാനാഭാഗത്താണ് വരുന്ന ആളുകളോട് അവരവരുടെ വിഷമങ്ങൾ ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യാനിയായി വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകളോട് രോഗം എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അടുത്ത ആശുപത്രിയിൽ പോകാൻ കൽപ്പിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, തന്നിൽ നിന്ന് ഒരാളെയും ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ, ആളുകൾ വരുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ, ഇന്നിവിടെ പ്രതിഷേധ യോഗം നടക്കുകയാണെങ്കിൽ ഇവിടെ മലപ്പുറത്തുള്ള ചില കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ കളത്തോടോ മറ്റോ ഉള്ള ചില ആത്മീയ കേന്ദ്രങ്ങളെന്ന് പേരിൽ വ്യാജേന നടത്തപ്പെടുന്ന കേന്ദ്രങ്ങളിലേക്കാണ് ഇത്തരം മാർച്ച് നടത്തിയിരുന്നതെങ്കിൽ ആ പ്രതിഷേധ പരിപാടി അധ്യക്ഷം വഹിക്കുക നിങ്ങളുടെ ആത്മീയ നേതാക്കളാവുകയില്ലേ? ഇന്ന് ഈ സ്റ്റേജിൽ വരേണ്ട ഒരു മനുഷ്യനല്ലേ സത്യത്തിൽ? അതിന് അദ്ദേഹത്തിന് അർഹതയില്ലേ? ആ മനുഷ്യനെ ഇപ്പോൾ എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ എല്ലാം കൊണ്ട് നിങ്ങൾ പന്താണെന്ന് വിചാരിക്കണ്ട. എല്ലാം നടക്കുള്ള കാര്യമല്ല. നിങ്ങൾ വിചാരിക്കുന്നത് മാത്രം നടക്കുള്ള കാര്യമല്ല. മനുഷ്യൻ വിധേയനായി എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ പ്രപഞ്ചം മുഴുവനും ഒരു മഹാശക്തിയുടെ കീഴിൽ ആ മഹാശക്തിയുടെ പ്രവർത്തനത്താൽ നടപ്പെടുകയാണ്. ഇന്ന് വരെ അങ്ങനെയാണ്, നാളെയും അങ്ങനെയാണ്. ആ ശക്തി കേന്ദ്രത്തിന്റെ പ്രത്യേക ദൂതന്മാരാണ് ഇങ്ങനെയുള്ള മനുഷ്യന്മാർ. പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഞാൻ നിർത്തി പറയുന്നില്ല. മഹാന്മാരെ കൂടെ നിൽക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരുടെ സന്ദേശത്തെ ലോകത്തിന് കൈമാറുക. ഇല്ലെങ്കിൽ നാട് നശിച്ചു പോകും, സമൂഹം നശിച്ചു പോകും. ഈ മനുഷ്യർ ലോകത്തിന് പഠിപ്പിച്ചത് കള്ളു കുടിക്കരുത് എന്നാണ്, വ്യഭിചരിക്കരുത് എന്നാണ്. കൊടിയേരിയുടെയും അച്യുതാനന്ദന്റെയും നേതാവ് വ്ളാഡിമിർ ലെനിൻ മരിച്ചുപോയത് സിഫിലിസ് ബാധിച്ചാണ്. ചിന്തിക്കണം. കൊടിയേരിയുടെ നേതാവ്, അച്യുതാനന്ദന്റെ നേതാവ് സാക്ഷാൽ വ്ളാഡിമിർ ലെനിൻ മരിച്ചു പോയിട്ടുള്ളത് സിഫിലിസ് ബാധിച്ചാണ്. ഞാൻ നീട്ടി പറയുന്നില്ല. ഈ മഹാന്മാരോ അവർ തമ്മാടികളല്ല. തമ്മാടിത്തത്തെ എതിർക്കുന്നു, തിന്മയെ എതിർക്കുന്നു, മദ്യപാനത്തെ എതിർക്കുന്നു, വ്യഭിചാരത്തെ എതിർക്കുന്നു. നാട്ടിൽ നന്മ നടത്താൻ ശ്രമിക്കുന്ന മഹാരഥന്മാർ അവരില്ലെങ്കിൽ പോലീസുകാരെ നിങ്ങൾക്കൊരു ലീവ് എടുക്കാൻ പോലും കഴിയില്ല. ഈ ആത്മീയ നായകന്മാരില്ലെങ്കിൽ നിങ്ങൾക്ക് ലീവ് എടുത്ത് വീട്ടു പോകാൻ കഴിയില്ല. നിങ്ങളെന്റെ സഹോദരന്മാരായ പോലീസുകാരെ, എന്താ നിങ്ങൾ വിചാരിച്ചത്? നിങ്ങൾ ഈ കാക്കിയിടുന്നത് കൊണ്ടാണോ നാട്ടിൽ നന്മ നടക്കുന്നത്? അല്ല, നിങ്ങൾ വിചാരിച്ചിട്ടല്ല നടക്കുന്നത്. ഇവിടെ നന്മ നടക്കുന്നത്, ഇവിടെ ധർമ്മം നടക്കുന്നത് ഈ ആത്മീയ നേതാക്കന്മാരുടെ കൽപ്പന കൊണ്ടാണ്. തെറ്റു ചെയ്യരുത്. ഈ മഹാന്മാരെ ഇവിടെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മര്യാദക്ക് ലീവ് എടുത്ത് നിങ്ങളെ വീട്ടിലേക്ക് പോകാൻ പോലും സാധ്യമല്ല. നിങ്ങൾ എന്താ വിചാരിച്ചത്? അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായി മനസ്സിലാക്കണം. ഈ മഹാന്മാരായ ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. നമ്മളെല്ലാവരും ഈ ലോകത്ത് അടിസ്ഥാനപരമായ ചില നീതിയുടെയും ചില ലക്ഷ്യത്തിന്റെയും പേരിൽ ജീവിക്കുന്നവരാണ്. ആ യാഥാർത്ഥ്യം നിങ്ങൾ നമ്മളെല്ലാവരും തിരിച്ചറിയണം, മനസ്സിലാക്കണം. മുസ്ലിം ബഹുജനങ്ങളോട് വളരെ വിനയത്തിലും താഴ്മയിലും എനിക്കൊരു വാക്ക് പറയാനുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. എന്റെ സഹോദരങ്ങളെ, ഈ വലിയ ഈ തിന്മയുടെ പടപ്പുറപ്പാടിനെ എതിർത്ത് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല.
എല്ലാ നന്മകളെയും ഇവർ നശിപ്പിച്ച് കളയുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാക്കണം. ഇപ്പോൾ ചില മേഖലയിലിരിക്കുന്ന ആളുകൾ അവൻ എവിടെ നിൽക്കുന്നു എന്ന് പോലും ചിലർക്കറിയില്ല. അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കണം, ഈ നില തുടർന്നാൽ ഒന്നും ലഭിക്കില്ല. വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം ഞങ്ങൾക്ക് കിട്ടുമെന്നതിന്റെ പേരിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് കോലോടുന്ന പണ്ഡിതന്മാർ ചിന്തിക്കണം, ഈ നില തുടർന്നാൽ ഇവിടെ വഖഫ് ബോർഡ് ഉണ്ടാവുകയില്ല. പിന്നെ അല്ലേ നിങ്ങളെ ചെയർമാൻ സ്ഥാനം? അതൊന്നും നടക്കില്ല, അതൊന്നും കിട്ടില്ല. എല്ലാ വഖഫിന്റെ മുതലും കമ്മ്യൂണിസ്റ്റുകളെ ക്ഷേൽപ്പിച്ചിട്ട് പാർട്ടി ഓഫീസാക്കി. കമ്മ്യൂണിസ്റ്റുകൾക്ക് എന്ത് വഖഫാണ്? അവർക്ക് എന്ത് പള്ളിയാണ്? അവർക്ക് എന്ത് മദ്രസാണ്? അവർ പള്ളി ടെന്നീസ് കോർട്ടാക്കി. എത്ര പള്ളികളാണ് ഇമാം ബുഖാരിയുടെ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകൾ ടെന്നീസ് കോർട്ടാക്കിയിട്ടുള്ളത്? വഖഫ് ബോർഡിന്റെ ചെയർമാൻ സ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നോക്കാൻ എന്ന് വിചാരിക്കുന്ന വലിയ വലവാദി കുപ്പായത്ത് നടക്കുന്നവരെ, നിങ്ങളുടെ ഉള്ളിലുള്ള മനപ്പായസം നടക്കൂല. ഇവരുള്ള വഖഫ് ബോർഡിന് മുകളിൽ ഉണ്ടാക്കി നിന്നവരാണ്. ഇവർ സോവിയറ്റ് റഷ്യയിലെ എല്ലാ വഖഫിന്റെ മുമ്പിൽ കടത്തു നിന്നവരാണ്. വഖഫിന്റെ മുതൽ നിലനിന്നാലല്ലേ മാഷെ നിങ്ങളെ വഖഫ് ചെയർമാൻ സ്ഥാനം ലഭിക്കുകയുള്ളൂ. അതൊന്നും നടക്കില്ല. നിങ്ങൾ ഈ പടയണിയിൽ ചേർന്നാൽ നമുക്ക് നീതിയും സത്യവും നിലനിർത്തി മുന്നോട്ട് പോകാം. അല്ലാഹു സഹായിക്കുമാറാകട്ടെ. സമാധാനപരമായി കാര്യത്തെ മനസ്സിലാക്കുകയും നിയമപാലകരോട് യോജിക്കുകയും ഒരിക്കലും രാജ്യത്തെ നീതിയുണ്ട്, രാജ്യത്തെ ധർമ്മമുണ്ട്, അതൊരിക്കലും നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങളെ പാലിച്ചുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകാൻ വളരെ വിനയത്തിലും താഴ്മയിലും അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട നിയമപാലകന്മാരെ, ഞങ്ങളോട് എന്നും സമാധാനം കൽപ്പിച്ചിട്ടുള്ളവരാണ്. മസ്ജിദ് പൊളിച്ചപ്പോൾ പോലും നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞ മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മക്കളാണ് ഞങ്ങൾ. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് നിയമത്തിനോട് യോജിക്കാത്തവണ്ണം ഉണ്ടാവുകയില്ല. വിശ്വാസികൾ ആ നേതൃത്വത്തെയും ആ സമാധാനത്തിന്റെ ജീവിതത്തെയും ഉൾക്കൊള്ളുകയും രാജ്യത്തെ ഈ തിന്മകൾക്കെതിരെ നിയമപരമായി തന്നെ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് സന്ധിയില്ലാതെ മുന്നോട്ട് പോകണം. അല്ലാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമാധാനപൂർവ്വപരമായ ഒരു ജീവിതം അല്ലാഹു ഈ രാജ്യത്ത് നൽകുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് പറയുന്നൊന്നുമില്ല, സംസ്കാരിക്കാൻ ബാക്കിയുണ്ട്, ഇനിയുള്ള സ്ഥാനന്മാരുമുണ്ട്, ഞങ്ങൾക്ക് പറയേണ്ടതൊന്നുമില്ല. പക്ഷേ ഈ യാഥാർത്ഥ്യം, ഈ കാര്യം നമ്മൾ ചിന്തിക്കണം. നമ്മൾ ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖത്തിന്റെ മക്കളാണ്. ബഹുമാനപ്പെട്ട പാണക്കാട് PMS പൂക്കോയ ബഹുമാനപ്പെട്ടവരുടെ മക്കളാണ്. ബഹുമാനപ്പെട്ട മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, ഇങ്ങനെയുള്ള മഹാരഥന്മാരുടെ മക്കളാണ് നമ്മൾ. ആ വിനയവും ആ ഒടുക്കവും ഒരിക്കലും നമ്മൾ നോക്കിക്കരുത്. ആ മഹാന്മാർ നമ്മെ പഠിപ്പിച്ച പന്ഥാവ് നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലുള്ള ചിത്രശക്തികളെയും ഇത്തരണത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് അനിവാര്യതയാണ്. വിദ്യാർത്ഥിന്റെ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നന്മകളെയും എല്ലാ ആത്മീയതയെയും നിരാകരിക്കുക എന്നുള്ളതാണ് അവരുടെ താല്പര്യം. അതിനുവേണ്ടിയാണ് അവർ പത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമക്കാരൻ ബഹുമാനപ്പെട്ട തുർപ്പച്ചി മുഹമ്മദ് മുസ്ലിയാർക്കെതിരെ മാധ്യമക്കാരൻ പേനയുണ്ട് എന്നാണല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും അത്ഭുതം. എങ്ങനെ മാധ്യമക്കാരൻ പറയാതിരിക്കും? അവൻ അല്ലാഹുവിന്റെ ഖുർആനിലെ പറഞ്ഞവനാണ്. സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിലേക്ക് 4 ആഴ്ച മുമ്പ് ഒരാൾ ചോദ്യം ചോദിച്ചു. അർത്ഥമറിയാതെ ഖുർആനോടുകളും മുട്ടത്ത് വർക്കിയുടെ നോവൽ വായിക്കുന്നതും ഒരുപോലെയാണെന്ന് ഞങ്ങളുടെ നാട്ടിൽ ഒരു മൗലവി പ്രസംഗിച്ചു. എന്താ നിങ്ങളുടെ അഭിപ്രായം? പ്രബോധനം പറഞ്ഞു, അത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. നിങ്ങൾ ചിന്തിക്കി, അവർക്ക് മുഹമ്മദ് മുസ്ലിയാർ ജമാഅത്തെ ഇസ്ലാമിക്കാരെ പത്രത്തിന് മുഹമ്മദ് മുസ്ലിയാരെ പിടിച്ചാലല്ലേ നമ്മളെ ഗുണപ്പെടുന്നുള്ളൂ. മുഹമ്മദ് മുസ്ലിയാർ ബഹുമാനപ്പെട്ട തിരുപ്പച്ചി ഉസ്താദിനെ മാധ്യമ പത്രക്കാരനെ ബോധിച്ചാലല്ലേ അത് ഗുണപ്പെടുന്നുള്ളൂ. സത്യത്തിൽ ഇവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് ബഹുമാനപ്പെട്ട ദീനിനെതിരെ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനോടുകളും അർത്ഥമറിയാതെ ഖുർആനോടുകളും മുട്ടത്ത് വർക്കിയുടെ നോവൽ വായിക്കുന്നതും ഒരുപോലെയാണ് എഴുതിയവരാണ്. ഈ കഴിഞ്ഞ മാസം ഏതോ കാലത്തിന്റെ കഥ പറയുകയല്ല, നീ നഷ്ടപ്പെട്ടും പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ദീൻ നഷ്ടപ്പെടുത്താൻ ഇന്ന് ഇവിടെ നമ്മുടെ ഉള്ളിലും പുറത്തുമുള്ള ആളുകൾ കിടന്നധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ
ഈ വെളിച്ചത്തിന്റെ മഹാതീരത്തിലേക്ക്, ഈ മഹാപ്രസ്ഥാനത്തിന്റെ ശാന്തത തീരത്തേക്ക് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് സംരക്ഷണം നൽകുന്ന ആ അടിസ്ഥാന ആശയത്തിന്റെ കൂടെ, ധർമ്മത്തിന്റെ കൂടെ നിൽക്കാൻ നമ്മളെല്ലാവരും പ്രതിജ്ഞാബദ്ധരാകണമെന്ന് വളരെ വിനയത്തോടെയും താഴ്മയോടെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ് സ്വാദിഖീൻ, സത്യവാന്മാരെ കൂടെ നിൽക്കുക. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. മുസ്ലിം ഉമ്മത്തിന്റെ പിതാവ്, മലബാറിലെ മുസ്ലിം ഉമ്മത്തിന്റെ പിതാവ്, കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ പിതാവ്, ഇന്ത്യൻ ഇസ്ലാമിക സമൂഹത്തിന്റെ പിതാവ്, ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ സമാധാനപരമായ സമരത്തിന് പുറപ്പാട് നടത്താൻ ഇന്നലെ നമ്മളോട് കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസത്തിലെ തിന്മവൽക്കരണത്തിനെതിരെ, നിരീശ്വരവൽക്കരണത്തിനെതിരെ ആ പാഠഭാഗം പിൻവലിക്കുന്നതുവരെ സന്ധിയില്ലാതെ സമരം ചെയ്യാൻ മുസ്ലിം ഉമ്മത്ത് പ്രതിജ്ഞാബദ്ധരാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അച്ചടക്കത്തോടെ നിലനിന്നുകൊണ്ട് രാജ്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ വളരെ ശക്തമായ പ്രവർത്തനവും വളരെ ശക്തമായ സമരമുറകളും എന്നാൽ നിയമപരമായ രീതിയിൽ പ്രവർത്തിക്കാൻ നമ്മുടെ നേതൃത്വത്തെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാകണമെന്ന് വളരെ വിനയത്തിലും താഴ്മയിലും അപേക്ഷിച്ചുകൊണ്ട്, ഇത് നിങ്ങൾക്കൊരു താക്കീതാവട്ടെ എന്ന് ഇവിടുത്തെ നിയമപാലകരോടും ഇവിടുത്തെ ഭരണകൂടത്തോടും ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഒരു നോട്ടീസ് അടിച്ചിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല, ആരും അറിയിച്ചിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ ബഹുമാനപ്പെട്ട തിരുപ്പതി ഉസ്താദിനെതിരെ പടപ്പുറപ്പാട് നടത്തിയപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. പഴമുള്ളിടത്തേക്ക് പാവകൾ വരും. അതിന് നിങ്ങളുടെ മലവെള്ളപ്പാച്ചിനെതിരെ നിങ്ങൾ കെട്ടിയിട്ട് കാര്യമില്ല. അത് നടക്കുള്ള കാര്യമല്ല. ബഹുമാനപ്പെട്ട ആത്മീയ നേതാക്കന്മാർ അവർക്കെതിരെ ഇനി ഒരു വാക്ക് പറയുമ്പോൾ, അവർക്കെതിരെ ചിന്തിക്കുമ്പോൾ ഇതൊരു പാഠമായി എന്റെ ബഹുമാനപ്പെട്ട നിയമപാലകരും നിങ്ങളെ ഭരിക്കുന്ന സർക്കാരും ചിന്തിക്കണമെന്നും ഇതൊക്കെ ഏതാണെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദശാസന്ധിയാണെന്നും നിങ്ങൾക്ക് മാഷന്മാരെ, സാഹിത്യ മനുഷ്യത്തിന്റെ ബുദ്ധിസഞ്ചി തൂക്കിയവരെ നിങ്ങൾക്ക് വേറെ നാട് നോക്കുന്നതാണ് നല്ലത്. മലപ്പുറം അതിന് പറ്റൂല, മലപ്പുറം അത് പറ്റൂല, മലപ്പുറത്തിന് അതിന് പറ്റൂല. അത് മൂക്കോയന്റെ മണ്ണാണ്, അത് നടക്കില്ല. നിങ്ങൾക്ക് മാഷന്മാരെ എന്തിനാ നിങ്ങൾ വെറുതെ താടി വലിക്കാതെ നേരം വൈകി നടക്കുന്നത്? വേറെ നാട് നോക്കി ഇവിടെ നടക്കൂല. ഇവിടെ നിങ്ങളുടെ അതൊന്നും നടക്കൂല. ഇത് പൂക്കോയുടെ മണ്ണാണ്, ഇത് കുത്തുബുസ്സമാന്റെ മണ്ണാണ്, ഇത് ബഹുമാനപ്പെട്ട ഉമർഖാദിയുടെ മണ്ണാണ്. നിങ്ങളുടെ മുമ്പുള്ള പോലീസുകാർ, ബ്രിട്ടീഷുകാരന്റെ പുഴമുത്തുകാർ പിടിച്ചിട്ട് ജയിലിട്ടിട്ട് പൂട്ട് പൊളിക്കാതെ അടുത്ത പള്ളിയിലേക്ക് നേരത്തിന്റെ മാറ്റം വന്നിരുന്ന മഹാനായ ബഹുമാനപ്പെട്ടവരുടെ മണ്ണാണ്. ഇന്ത്യ രാജ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള നികുതി നിഷേധത്തിന്റെ ആദ്യത്തെ സമരം തുടങ്ങിയ മണ്ണാണ്. ഇത് വാര്യം കുലത്തിന്റെ മണ്ണാണ്, ഇത് ആലി മുസ്ലിയാരുടെ മണ്ണാണ്, ഇത് വ്ളാഡിമിറിന്റെ മണ്ണല്ല, ഇത് ക്രെംലിനല്ല, ഇത് മോസ്കോ അല്ല, ഇത് തിയാനൻമെൻ സ്ക്വയർ അല്ല, ഇത് മലപ്പുറമാണ്. ഇത് മലപ്പുറമാണ്. മലപ്പുറത്ത് നിങ്ങളുടെ പിൻവാച്ചികൾ നടക്കില്ല. ഉള്ളിൽ ചുവപ്പ് കുപ്പായമിട്ട് അതിന്റെ മുകളിൽ വലങ്ങാലിൽ പുറപ്പിച്ച ആ പിഴവ പണ്ഡിത വേഷധാരികളും ഇത് ചിന്തിക്കുന്നത് നന്നായിരിക്കുമെന്ന് സാമ്പത്തികമായി സൂചിപ്പിച്ചുകൊണ്ട്